ഡയബറ്റിസ് രോഗികളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏകദേശം 40 മില്യൺ ഡയബറ്റിക് രോഗികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. 2025ഓടെ അത് ഏകദേശം 75 മില്യനായി മാറാൻ പോവുകയാണ്. അതായത് ഇന്ത്യ ലോകത്തിൻ്റെ ഡയബറ്റിസിൻ്റെ ക്യാപിറ്റലായി മാറാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ എന്ന് ഒ പിയിലോ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ വരുന്ന രോഗികളിൽ വലിയൊരു ശതമാനവും ഡയബറ്റിസ് രോഗികളാണ് വരുന്നത്. അവരുടെ മനസ്സിൽ 1000 സംശയങ്ങളാണ്. എന്തുകൊണ്ട് എനിക്ക് ഡയബറ്റിസ് ഉണ്ടായി? എൻ്റെ ഫാമിലിയിൽ ആർക്കും ഡയബറ്റിസ് ഇല്ല, ഞാൻ വളരെ കുറച്ച് മധുരമേ കഴിക്കത്തുള്ളൂ, എന്നിട്ടും എനിക്ക് ഡയബറ്റിസ് ഉണ്ടായി. ഇങ്ങനെ വളരെയേറെ സംശയങ്ങളാണ്. ചികിത്സയ്ക്ക് മുമ്പേ പേഷ്യൻ്റ് ചോദിക്കുന്നത് എന്ത് എനിക്ക് കഴിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഡയബറ്റീസ് രോഗികളുടെ ആഹാരക്രമത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ ഡയബറ്റീസ് രോഗികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡയബറ്റീസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഒരു നേരത്തെ ആഹാരവും ഒഴിവാക്കേണ്ട കാര്യമില്ല. ഏകദേശം നമ്മൾ കഴിക്കേണ്ട ആഹാരം 3 മേജർ മീൽസും 3 ചെറിയ സ്നാക്സുമാണ്. രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരം മേജർ മീൽസും അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് ചെറിയ സ്നാക്സുമാണ് കഴിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഡയബറ്റീസ് രോഗികൾ എപ്പോഴും അവരുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എവിടെ പോവുകയാണെങ്കിലും അവരുടെ ബാഗിൽ 1-2 ടോഫികളോ ചോക്ലേറ്റോ ഒക്കെ എടുത്തിട്ടേക്കണം. കാരണം ഷുഗർ കുറയുമ്പോൾ അറിയാനൊക്കെ അന്നേരം എടുത്ത് കഴിക്കാൻ വേണ്ടി. മൊത്തത്തിൽ ഡയബറ്റീസിന് ഒരാൾക്ക് വേണ്ട ആഹാരത്തെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു പോർഷൻ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. ഏകദേശം 60-65% കാർബോഹൈഡ്രേറ്റാണ് വേണ്ടത്. ഒരു 20% ഫാറ്റും ഒരു 15-20% പ്രോട്ടീനുമാണ് വേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ആവശ്യത്തിന് കഴിക്കുന്ന ആഹാരത്തിൽ ഫൈബർ കണ്ടൻ്റ് ഉണ്ടാകണം. ആവശ്യത്തിന് ഫ്രൂട്ട്സും ഫ്രഷ് വെജിറ്റബിൾസും എല്ലാം ഇവർ കഴിച്ചിരിക്കണം. പാല് കഴിക്കാം. അപ്പോൾ എന്തെല്ലാം ആഹാരം കഴിക്കാം? എല്ലാ ആഹാരവും കഴിക്കാം, പക്ഷേ അതിൻ്റെ അളവിലൊരു നിയന്ത്രണമാണ് വേണ്ടത്. കഴിക്കാവുന്ന ഫ്രൂട്ട്സുകളുടെ അകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്നത് ഓറഞ്ച്, അതിൻ്റെ അകത്ത് ചെറിയ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ആപ്പിള്, ഇപ്പം നമുക്ക് എപ്പോഴും കിട്ടാനുള്ളതാണ് സ്ട്രോബെറി, പേരയ്ക്ക. ഇതൊക്കെ നിങ്ങൾ കഴിക്കുക. അതേസമയം കഴിക്കരുതാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ കഴിക്കേണ്ടതാണ് നമ്മുടെ മുന്തിരി, അതേപോലെ മാങ്ങാപ്പഴം, ചക്ക, ജാക്ക് ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ പൈനാപ്പിൾ. ഇതിനൊക്കെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സാധനമാണ്. വെജിറ്റബിൾസിൻ്റെ അകത്ത് നാര് കൂടിയ വെജിറ്റബിൾസ്, അതായത് ബീൻസ്, പലതരത്തിലുള്ള പയർ വർഗ്ഗങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ ക്യാരറ്റ്, ക്യാബേജ്, അതേപോലെ നിങ്ങൾ കഴിക്കുമ്പോൾ ഈ ഒനിയൻ്റെ അകത്ത് നല്ല ഫൈബർ കണ്ടൻ്റുള്ള സാധനമാണ്. ഒനിയൻ നമുക്ക് കഴിക്കാം. കോളിഫ്ലവർ, അതേപോലെ തന്നെ ബ്രോക്കോളി, ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. ഇത്തരം വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുക. അതുപോലെ പാല് കഴിക്കാൻ പറഞ്ഞു. പാല് കഴിക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ചോദിക്കേണ്ടത് ലോ ഫാറ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ മിൽക്ക്, അത് നമുക്ക് കഴിക്കാം. പ്രധാനമായും നമ്മൾ പറഞ്ഞില്ല കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ നാട്ടിലെല്ലാവരുടെയും ഒരു ഹാബിറ്റാണ് ചോറ്, 3 നേരവും ചോറ് തിന്നണം. ചോറിൻ്റെ അളവ് കുറവ്. ചോറിന് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. ചോറ് ഒരു നേരത്തെ ചോറാക്കുക. ചോറ് തന്നെ നമുക്കൊരു ആൾക്ക് വൈറ്റ് റൈസും തന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള ചുമല അല്ലെങ്കിൽ ബ്രൗൺ റൈസ് തന്നു കഴിഞ്ഞാൽ ഈ ബ്രൗൺ റൈസാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. കാരണം ബ്രൗൺ റൈസിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻ്റ് ഉള്ളത് കാരണം പതുക്കെ അത് അബ്സോർബ് ചെയ്യത്തുള്ളൂ. വെള്ള ചോറിനെക്കാട്ടിയും നല്ലത് ബ്രൗൺ റൈസാണ്. അതേപോലെ നമ്മൾ ബ്രെഡ് മേടിക്കുമ്പം വൈറ്റ് ബ്രെഡിന് പെട്ടെന്ന് ഷുഗറും കൂടും ഒരു പീസ് കഴിച്ചാൽ. അതേസമയം ബ്രൗൺ ബ്രെഡ് ചോദിച്ച് മേടിക്കുക. ബ്രൗൺ ബ്രെഡാണ്, ഫൈബർ ഉള്ളതാണ്, അത് കഴിക്കുക. അതേപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടമാണ്. സാധാരണ നമ്മൾ മേടിക്കുന്ന പൊട്ടറ്റോ കിഴങ്ങിൻ്റെ അകത്ത് ഷുഗർ കൂടുതലാണ്. അതേസമയം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന സാധനം, അതിന് ഷുഗർ കുറവ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ തിരഞ്ഞെടുക്കുക, ഏതിനാണ് ഷുഗർ കൂടുതലുള്ളത്, ഏതിന് ഷുഗർ കുറവുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുക.
അതേപോലെ ടീ, കോഫി എല്ലാം നമുക്ക് ഇഷ്ടമാണ്. എന്നാലും റെക്കമെൻഡ് ചെയ്തേക്കുന്ന ടീയും കോഫിയിലൊക്കെ എപ്പോഴും നമ്മൾ ഗ്രീൻ ടീ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിലിപ്പം വീടുകളിൽ തന്നെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള നാടൻ ചികിത്സകളൊക്കെ ഷുഗർ കുറയാൻ വേണ്ടി ചെയ്യാറുണ്ട്. എല്ലാം നല്ലതാണ്. ഇന്ന് തന്നെ നമ്മുടെ അടുക്കളയിലുള്ള പല സാധനങ്ങളുണ്ട്. നമുക്ക് ഉലുവ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ കുറയാവുന്ന സാധനമാണ്. നെല്ലിക്ക, മഞ്ഞൾ, ഇതിനൊക്കെ ഷുഗർ കുറയാനുള്ള പ്രോപ്പർട്ടിയുള്ള സാധനങ്ങൾ. അതേപോലെ നമ്മുടെ കരിവേപ്പില, വേപ്പില എന്ന് പറയുന്ന സാധനങ്ങൾ, വേപ്പില, കരിവേപ്പില, ഇതിനെല്ലാം ഷുഗർ കുറയ്ക്കാനുള്ള കഴിവുള്ളതാണ്. അടുത്ത കാലത്ത് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന നമ്മുടെ സിന്നമോൺ അല്ലെങ്കിൽ നമ്മുടെ കറുവാപ്പട്ട വിദേശ രാജ്യങ്ങളൊക്കെ പഠനം നടത്തിയിട്ട് കറുവാപ്പട്ടയ്ക്കും ഷുഗർ കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ചില സ്റ്റഡികൾ വന്നിരിക്കുന്നത് പിസ്തായ്ക്കൊക്കെ ഇച്ചിരി ഷുഗർ കുറയ്ക്കാനുള്ള എന്നാലും വളരെ പല തരത്തിലുള്ള സാധനങ്ങൾ ഇന്ന് നമ്മൾക്ക് ചുറ്റുമുണ്ട്. അതിനൊക്കെ ഷുഗർ കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടി. നേരത്തെ പറഞ്ഞില്ലേ ഒനിയൻ ഒരു ഷുഗർ കുറയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്.